സോ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ലാങ് യുങ്ങിനോട് ചോദിക്കാം, നിനക്ക് ഇവിടെ തന്നെ നിന്നൂടെ, ഇപ്പോൾ പോകണോ, എന്തിനാ പോണേന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ നിൽക്കുക. സോ ലാങ് പറയുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഗ്രാൻഡ് പാരൻ്റ് ലോങ്ങിച്ച് സെർമണിയാണ്, അപ്പോൾ അത് കഴിഞ്ഞിട്ട് പോയാൽ പോരെ നിൽക്കുന്നതൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് സെർവൻസ് ആണെങ്കിൽ ലാങ് നീ എന്തിനാ യുങ്കീനെ പിടിച്ച് വെക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട് ഇതാക്കുന്നുണ്ട്. അപ്പോൾ ലാങ് അപ്പോൾ തന്നെ പറഞ്ഞ് ആ സെർവൻറ്റില്ലേന്നോ അവളെ ചീത്ത വിളിച്ച സെർവൻറ്റിനെ ഇപ്പം തന്നെ പുറത്താക്കാൻ പറഞ്ഞ് എന്നിട്ട് അവരവനെ പുറത്താക്കി ലാങ്. സോ ലാങ് പറഞ്ഞ് നീ സെക്കൻഡ് ഫ്ലോറിലുള്ള റൂമിൽ നിൽക്കേണ്ടതുണ്ട്, തേർഡ് ഫ്ലോറിൽ ഉള്ള എൻ്റെ റൂമിൻ്റെ അടുത്തുള്ള റൂം എടുത്തോ, അതാകുമ്പോൾ നല്ല ക്വയറ്റ് ആൻഡ് പീസ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞു. സോ എന്നിട്ട് അവളെ റൂമിലേക്ക് പറഞ്ഞു വിടും. നമ്മുടെ അഡോപ്റ്റഡ് ഡോട്ടറിനോട് ആണെങ്കിൽ ഒരു സെർവൻറ്റ് പറഞ്ഞ് ഈ കഥ ഫുൾ പറയും. എന്നിട്ട് അപ്പോൾ ചോദിക്കുക ലാങ് അവൾക്ക് വേണ്ടിയിട്ട് ആ സെർവൻറ്റിനെ വരെ ഒഴിവാക്കിയോ, സോ അപ്പോൾ ഇത് എൻ്റെ മുഖത്തടിച്ച പോലെ ആയി പോവല്ലോ, എന്നോട് ആർക്കും വേണ്ട പറയും. അപ്പം മറ്റേ സെർവൻറ്റ് പറഞ്ഞു കൊടുക്കും ഗ്രാൻഡ് പാരൻ്റ് സെർമണീൻ്റെ അന്ന് എല്ലാവരും ഉണ്ടാവും, അപ്പോൾ കുറച്ച് ആക്ട് ചെയ്താൽ മതി, എല്ലാവരും സഹിതാവും പിടിച്ച് പറ്റാമെന്ന് പറയും. സോ പിന്നെ അവളെ യുങ്കീനെ ലാങ് റൂമിൽ കൊണ്ടാക്കും. എന്നിട്ട് അവിടുത്തെ ഷെഫിനോട് പറയും ഇനിയുള്ള ഫുഡൊക്കെ യുങ്കിക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കണം പറയും. രാത്രി ഉണ്ടായിരുന്നു ലാങ് യുങ്കീൻ്റെ അടുത്ത് വന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പുറത്ത് പോവാൻ പറഞ്ഞിട്ട് വിളിക്കും. അപ്പോൾ അവർ പോകുമ്പോൾ നമ്മുടെ അഡോപ്റ്റഡ് ഡോട്ടർ ഉണ്ടാവും അവരുടെ കൂടെ. സോ അവൾ ഇപ്പം യുങ്കിയാനും പറയും നിങ്ങൾ ആദ്യം പോയിക്കോ, ഇവളെ കാണുമ്പോൾ തന്നെ ദേഷ്യം വരുന്നുണ്ട്, നിങ്ങൾ ആദ്യം പോയിക്കോ പറയുന്നത്. അവരാദ്യം പോകും. അവൾ ഹോട്ടലിലെത്തുമ്പോൾ അവളുടെ ബാക്കിൽ നിന്ന് ഒരു ആൻറ്റി വന്നിട്ട് ചോദിക്കും അവളെ നീ മാരീഡ് ആണോ, എൻ്റെ ഗ്രാൻഡ് സണ്ണിനെ ഞാൻ കാണിച്ചു തരാം, ഫോട്ടോസ് കാണിച്ചു തരാം. അപ്പോൾ അവൾ പറയും അല്ല എനിക്ക് ഓൾറെഡി ഒരു ബോയ് ഫ്രണ്ട് ഉണ്ട്. അപ്പോൾ അവളവിടെ സൈഡിൽ മറ്റേ സിദ്ധിൻ്റെ അനിയനെ കാണും. അപ്പം ഞാൻ അവിടെ ഇങ്ങനെ പിക്ക് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അപ്പോൾ അവൾ പറയും എനിക്കൊരു സണ്ണും ഉണ്ട് പറയും. അപ്പോൾ ആണെങ്കിൽ ഇവനെ ഓടി വരുമ്പോൾ അവൾ പറയും ഇതാണ് എൻ്റെ മോൻ എന്ന് പറഞ്ഞിട്ട് അവനെ ഇങ്ങനെ എടുത്തിട്ട് വെറുതെ ആക്ട് ചെയ്യും അവനായിട്ട് മോൻ. അപ്പം എന്നിട്ടും ആ ആൻറ്റി വിശ്വസിക്കില്ല. അവർ പറയും നിന്നെപ്പോലെ ഇല്ല കാണാൻ എന്ന് പറഞ്ഞിട്ട് അവരുടെ സണ്ണിൻ്റെ ഫോട്ടോസ് കാണിക്കാം. അപ്പോൾ ഗ്രാൻഡ് സണ്ണിൻ്റെ. അപ്പോഴാണ് നമ്മുടെ സിദ്ധു വന്നിട്ട് വരും. അപ്പോൾ അവർ ഗ്രാൻഡ്മ ചോദിക്കും ഇത് എന്താണ് നിൻ്റെ ഹസ്ബൻഡ് ചോദിക്കും, ഭയങ്കര ഹാൻഡ്സമാണല്ലോ പറയും. സോ എന്നിട്ട് പറയും നിൻ്റെ വൈഫിൻ്റെ അടുത്ത് വന്നിരിക്കുക എന്ന് പറയുമ്പോൾ അവൻ വൈഫ് വന്നാണ് ഇങ്ങനെ നോക്കും. എന്നിട്ട് അവൻ അവരുടെ അടുത്ത് വന്നിരിക്കും. ഗ്രാൻഡ്മ പറയും ഞങ്ങൾക്ക് ഓൾറെഡി ഒരു ഹസ്ബൻഡ് ഇല്ലാനോട് ഞാൻ പോവാൻ പറഞ്ഞിട്ട് അവർ പോകും. അപ്പോൾ അവർ പറയും ഞങ്ങളുടെ മകന് അമ്മയുടെ കൂടെ ഇരിക്കുന്നതാണ് ഏറ്റവും ഇഷ്ടം, അതുകൊണ്ട് അമ്മേൻ്റെ കൂടെ വിട്ടേക്ക് പറയും. അപ്പോൾ ആ ചെറുത് പറയും അയ്യോ ഇന്നിപ്പോൾ കൊല്ലല്ലോ എന്ന് പറഞ്ഞ് വിചാരിച്ചു. അവൻ സിസ്റ്റർ എനിക്ക് നിങ്ങളെ വിട്ട് പോകണ്ട, ഞാൻ ഇവിടെ നിൽക്കാൻ പറയും. അപ്പോൾ അവൻ്റെ അസിസ്റ്റൻറ്റിനെ വിളിച്ച് പറയും അവനപ്പം തന്നെ തൂക്കിക്കൊണ്ടുപോകാൻ. സോ പിന്നെ അവൻ സിദ്ധാണെങ്കിൽ നമ്മുടെ ലുങ്കിനോട് ചോദിക്കുക നീ എന്നോട് ഇൻട്രസ്റ്റഡ് ആയതുണ്ടോ, ഫസ്റ്റ് സൈറ്റ് ലവ് ആണ് നിനക്ക് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ അവർ പറയാം ഇതൊന്ന് പോടാറുണ്ട്, അങ്ങനെയൊന്നുമല്ല, സോറി ഞാൻ ഈ ട്രബിൾസൊക്കെ ഉണ്ടാക്കിയാണ് സോറി പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോവും. അപ്പോൾ ആ ചെറുതാണെങ്കിൽ അവനോട് ചോദിക്കും അവൾ നല്ല ഭംഗിയുണ്ടല്ലേ ചേച്ചീനെ കാണാൻ, നിനക്ക് അവളെ കല്യാണം കഴിച്ചുകൂടെ, അവളെ ഗേൾ ഫ്രണ്ട് ആക്കിക്കൂടെ, എന്നാൽ എനിക്ക് എപ്പോഴും അവരുടെ കൂടെ ഇരിക്കാമല്ലോ പറഞ്ഞിട്ട് എനിക്ക്. അപ്പോൾ ഇവനാണെങ്കിൽ നിന്നെ തൂക്കിയെടുത്തപ്പോൾ പുറത്തിറങ്ങേണ്ട മിണ്ടാണ്ടിരുന്നോ പറഞ്ഞിട്ട് അവനിങ്ങനെ നിൽക്കും. എന്നിട്ടാണെങ്കിൽ അപ്പോൾ ഇവൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടാവും എത്താൻ. അപ്പോൾ മറ്റേ നമ്മുടെ അഡോപ്റ്റഡ് ചൈൽഡാണെങ്കിൽ ഇങ്ങനെ ഓരോ പറയും നിനക്ക് ഞാൻ DC ഹൈസ്കൂളിൽ ഒരു അഡ്മിഷൻ റെഡിയാക്കിയിട്ട് പറയും. അപ്പോൾ മറ്റേ അഡോപ്റ്റഡ് ചൈൽഡാണ് ചോദിക്കും ഞാൻ പഠിക്കുന്ന സ്കൂളല്ല അവിടെ തന്നെ അവളെ കൊണ്ട് ചേർക്കണോ, ഇവർ എല്ലാവരും കണ്ടുപിടിച്ചാൽ ഉണ്ടാവും ഞാൻ അഡോപ്റ്റഡ് ചൈൽഡാണെന്നൊക്കെ. അപ്പോൾ അത് പറയാം എനിക്ക് പ്രശ്നമല്ല പറഞ്ഞിട്ട് അവൾ അവിടെ ചേർക്കും. പിന്നെ അവൾ ചിന്തിക്കുന്നതാണ് കാണിക്കുന്നത് അവളുടെ റിയൽ വേൾഡിൽ അവളുടെ പാരൻസ് ഡിവോഴ്സ്ഡ് ആയിരിക്കും. സോ അവൾക്ക് 14 years ആകുമ്പോഴായിരിക്കും അവളുടെ അമ്മ അവൾക്ക് യൂണിവേഴ്സിറ്റിക്കുള്ള എല്ലാം പഠിപ്പിച്ചിട്ടുണ്ടാവും. ബിക്കോസ് അവളുടെ അമ്മ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. സോ പിന്നെ അവളുടെ അമ്മ മരിച്ചപ്പോൾ അവളൊരു കമ്പനിയിൽ ജോലിക്ക് പോയിട്ടുണ്ടാവും. അതെല്ലാം അവൾ ഓർക്കും. അപ്പോൾ നമ്മുടെ അഡോപ്റ്റഡ് ചൈൽഡാണെങ്കിൽ പറയും ഇവൾക്ക് ആദ്യത്തെ സ്കൂളിൽ തന്നെ പഠിക്കാനും പറ്റിയില്ല, അപ്പോൾ ഇവിടുത്തെ അവളെ അങ്ങനെ ചെയ്യും പറയും. അപ്പോൾ നമ്മളെല്ലാം പറയും
അതൊന്നും പ്രശ്നമല്ല. എന്താ വെച്ചാൽ അവിടുത്തെ ഒരു ലബോറട്ടറിയിൽ ഉണ്ടാക്കിയത് തന്നെ നമ്മുടെ ഫാമിലിയാണ്. സോ അവളെ പുറത്താക്കൂല അവിടെ നിന്ന് പറയും. എന്നിട്ട് ഇങ്ങനെ അവൾ ആലോചിക്കും, ഇവളെ പണ്ട് എല്ലാവരും കുറേ ബുള്ളി ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ സമ്മതിക്കില്ല പറഞ്ഞിട്ട് അവൻ ആലോചിക്കും. സോ നമ്മുടെ ഡോക്ടേഴ്സ് എല്ലാം ഞാൻ ഇപ്പോൾ വരാൻ പറഞ്ഞ് റെസ്റ്റ് റൂമിൽ പോയിട്ട് അമ്മേനെ വിളിച്ച് ചോദിക്കും, അമ്മ ഇവൾ വന്ന്, സോ നീ എന്നെ എല്ലാവരും ഈ വീട്ടിൽ നിന്ന് പുറത്താക്കൂലേ, ഞാൻ ആരും എല്ലാവരും എന്നൊക്കെ പറഞ്ഞ് കഴിയും. അപ്പോൾ അവളുടെ അമ്മ അറിയാം കാണിക്കുന്നത് ഒരു ചേരാൻ പോകുന്ന സ്കൂളാണ്. അവിടെ ഫുൾ അവളെക്കുറിച്ചുള്ള ചർച്ച തന്നെയാണ്. അപ്പോൾ അവൾ വരുമ്പോൾ തന്നെ അവൾ കാണുന്നത് ശിവായിനെയായിരിക്കും. അപ്പോൾ അവനെ കണ്ടപ്പോൾ തന്നെ അവൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാന്ന്. സോ അവനാരാന്ന് വെച്ചാൽ യുങ്കിയുടെ ഫിയാൻസി ആയിട്ട് അഭിനയിക്കുന്ന ആളാണ്. ബിക്കോസ് ജിയോന് അവന് ഇഷ്ടമാണ്. സോ അതുകൊണ്ട് മാത്രം അവളായിട്ട് അവളെ ഫിയാൻസി ആയിട്ട് ആക്ട് ചെയ്യുന്നെന്നുള്ളൂ. സോ അവനാണെങ്കിൽ ഇവളെ കുറേ ചീത്ത വിളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അവളെ കണ്ടപ്പോൾ തന്നെ വിചാരിച്ചു അവരുടെ എൻഗേജ്മെൻറ്റ് കാരണമായിരിക്കും അവൾ വന്നതെന്ന് വിചാരിക്കും സ്കൂളിലേക്ക്. അപ്പോൾ അവൾ വന്നപാടെ അവളെ മൈൻഡ് ചെയ്യാതെ വേറെ അവിടുത്തെ ലീഡറിൻ്റെ അടുത്തേക്ക് പോവാം. അപ്പോൾ അവർ ചോദിക്കും, നീ അല്ലേ പുതിയ ട്രാൻസ്ഫർ ആയ സ്റ്റുഡൻറ്റ്, നിനക്ക് ജിയോനെ ആദ്യം അറിയുമോ ചോദിക്കും. അപ്പോൾ അവൾ പറയും, അറിയാം, മെൻ്റൽ ഹോസ്പിറ്റലിൽ നിന്ന് അറിയാൻ പറയും. അപ്പോൾ അവർ എന്നുള്ള രീതിയിൽ നിൽക്കും. സോ പിന്നെ അവളെ ക്ലാസ് കൊണ്ടുപോകും. അപ്പം എല്ലാവരും ചിന്തിക്കും, ഇവളെന്ന് ഇത്ര കുറ്റം പറഞ്ഞാൽ നമ്മൾ അഗ്ലിയാന്ന് പറഞ്ഞ് ഇവിടെ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് വിചാരിക്കും അവരൊക്കെ. ടീച്ചർ പറയും നിനക്ക് ഇഷ്ടമുള്ള സീറ്റ് എടുത്തോളാം. അപ്പോൾ അവൾ പോയിട്ട് ഈ യോൻസീൻ്റെ സീറ്റിൻ്റെ അടുത്തുള്ള സീറ്റ് എടുക്കും. സോ അപ്പം ബാക്കിയുള്ളവർ പറയും അവൾക്ക് യോൻസീനെ അറിയാനിട്ടാണ്, അതുകൊണ്ടാണ് അവിടെ പോയിരിക്കുന്നത്. അപ്പോൾ അവൾ വന്നതും അവൻ ആരായെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അടി ഉണ്ടാവും. സോ അപ്പോൾ അവൾ പറയും, എന്നെക്കുറിച്ച് അറിഞ്ഞിട്ട് നിങ്ങൾക്ക് വലിയ പ്രയോജനമൊന്നുമില്ല പറയും. അപ്പോൾ പറയും ഇവിടെ ഇരിക്കേണ്ട പറയൂ. സോ അവൾ പറയും ഞാൻ ഇവിടെ തന്നെ ഇരിക്കുന്നു പറഞ്ഞിട്ട് ഫുള്ളതാണ്. അപ്പോൾ അവൾ ചിന്തിക്കും ഇവൻ സെക്കൻഡ് മെയിൻ ലീഡ് ആയിരിക്കും ആ സ്റ്റോറിയിട്ട്. അവൻ മാത്രമായിരിക്കും യുങ്കിനോട് സ്റ്റാർട്ടിങ് മുതൽ ലാസ്റ്റ് വരെ ലോയലായിട്ട് ഫ്രണ്ട്ലി ആയിട്ട് നിന്ന്. സോ അവൻ പറയും നിനക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് മാറിക്കും, അത് ലാസ്റ്റ് ചാൻസാണ് നിൻ്റെ ഈ സീറ്റിൽ നിന്ന് മാറാമെന്ന് പറയും. അപ്പോൾ അവൾ പറയും ഇല്ല ഞാൻ മാറത്തില്ല പറയും. പിന്നെ ക്ലാസ് കഴിഞ്ഞപ്പോൾ അവൾ റൂഫ് ടോപ്പിൽ പോയിട്ട് ചിന്തിക്കും അവൾക്കൊരു ജോലി കണ്ടുപിടിക്കണമെന്ന്. സോ യുങ്കിയുടെ ഏജും ബാക്ക്ഗ്രൗണ്ട് കൊടുത്താൽ അവൾക്ക് എന്തായാലും ഈ ജോലി കിട്ടൂല എന്ന് അവൾക്കറിയാം. സോ അവളുടെ ഒറിജിനൽ പ്രൊഫൈൽ വെച്ചിട്ട് ജോലിക്ക് അപ്ലൈ ചെയ്യും. ജോബിൻ്റെ കോൾ വരും. സോ അവൾ വേറെ കൺട്രിയിലേക്ക് പോകേണ്ടി വരും ആ ജോബ്. പക്ഷെ അവൾ പറയുകയാണെങ്കിൽ പാർട്ട് ടൈം ആയിട്ട് ആ ജോബ് വേണ്ട, ഞാൻ ഓൾറെഡി അത് ഇമെയിൽ പറഞ്ഞതാണോ പറയും. സോ യുൻസി ആണെങ്കിൽ അവളുടെ അടുത്ത് വന്ന് ചോദിക്കും നീ ആരോടെ സംസാരിക്കുന്നത്. അപ്പോൾ അവൾ പറയും എൻ്റെ പാർട്ട് ടൈം ജോബ് എത്തിയാണ്. അപ്പോൾ അവൻ വിചാരിക്കും ഇവൾ ക്യൂൻ ഫാമിലി ഇത് തന്നെയല്ലേ, അവർക്ക് പിന്നെന്തിനാ അവൾക്ക് പാർട്ട് ടൈം ജോബിൻ്റെ ആവശ്യമെന്ന് വിചാരിക്കും. അവൻ പറയും പാർട്ട് ടൈം ജോബിനൊന്നും പോവാതെ സ്റ്റഡീസ് കോൺസെൻട്രേറ്റ് ചെയ്യാൻ. സോ അവൾ പറയും അതൊക്കെ ഞാൻ ഓൾറെഡി പഠിച്ചാൽ പിന്നെ എനിക്ക് പഠിക്കേണ്ട ആവശ്യമില്ല പറഞ്ഞാൽ അവൾ വീണ്ടും ഫോൺ ചെയ്ത് പോകും. അപ്പോൾ അവൻ ചിന്തിക്കും ഇവളെ ഇൻട്രസ്റ്റിംഗ് ആണല്ലോ വിചാരിക്കും. സോ പിന്നെ ക്ലാസ്സിൽ വരുമ്പോൾ എല്ലാവരും അവളെക്കുറിച്ച് തന്നെയായിരിക്കും പറയുന്നത്. സോ ബാക്കിൽ നിന്നാണെങ്കിൽ ഒരാൾ വന്നിട്ട് ചോദിക്കും അയാൾ എന്ത് തേങ്ങ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ. സോ അവരിങ്ങനെ ചിന്തിക്കും ജിയോയ്ക്ക് യുൻഷിനെയാണ് ഇഷ്ടം, യുൻഷിക്കാണെങ്കിൽ ജിയോനെയാണ് ഇഷ്ടം, ബട്ട് ജിയോനാണെങ്കിൽ സിഹോയിനെയാണ് ഇഷ്ടം. നിങ്ങൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്കറിയാം, ഞാൻ ക്ലാരിഫൈ ചെയ്ത് തരാം. സോ ജിയോ എന്ന് പറഞ്ഞാൽ ഇതാ ഈ കുട്ടിയായിരിക്കും. സോ ഇവക്കാണെങ്കിൽ നമ്മുടെ യുങ്കിയുടെ ഡെസ്മേറ്റായ യുൻസീനെ ആയിരിക്കും ഇഷ്ടം. ബട്ട് യുൻസിക്കാണെങ്കിൽ നമ്മുടെ അഡോപ്റ്റഡ് ചൈൽഡായ ജിയോനെ ആയിരിക്കും ഇഷ്ടം. ബട്ട് ജിയോനാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് കണ്ടില്ല, നമ്മുടെ യുങ്കി ഇഗ്നോർ ചെയ്ത് പോയൊരു ചെക്കല്ലേ അവനായിരിക്കും ഇഷ്ടം. അതാണ് സംഭവം. ബട്ട് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇവളും നമ്മുടെ അഡോപ്റ്റഡ് ചൈൽഡും ഫ്രണ്ട്സ് ആയിരിക്കും. എന്നിട്ട് ഇവളാണ് പറയും എന്തായാലും യുൻഷീനെ എനിക്ക് തന്നെ കിട്ടുള്ളൂ, എന്താണെന്ന് വെച്ചാൽ അഡോപ്റ്റഡ് ചൈൽഡിന് വെച്ചാൽ അവനെ ഇഷ്ടം. സോ എനിക്ക് എന്തായാലും അവനെ തന്നെ കിട്ടും പറയും. സോ അപ്പായിരിക്കും നമ്മുടെ യുങ്കി ക്ലാസ്സിലേക്ക് വരിക. യുങ്കി ക്ലാസ്സിലേക്ക് വന്ന പറഞ്ഞ് ഇവളാണ് വെറുതെ ചൊറിയാൻ പോവുക അവളുടെ അടുത്ത്. സോ ഇവളാണ് വൈസ് ഡയറക്ടറിൻ്റെ മകളായിരിക്കും. സോ ഇവൾക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല. എന്നിട്ട് ഇവിടെ വെറുതെ അവൾ പോയി ഫൈറ്റ് ഉണ്ടാക്കുക അവരുടെ അടുത്ത്. സോ അപ്പോൾ ടീച്ചർ വന്നിട്ട് പറയും ക്ലാസ് തുടങ്ങിയെന്ന് അറിയില്ല, പിന്നെ എന്താ നിങ്ങൾ സീറ്റിലിരിക്കാത്തതെന്ന് ചോദിച്ചിട്ട് അവൾ വരും.
ടീച്ചർ പറയും നീ അല്ലേ ട്രാൻസ്ഫർ സ്റ്റുഡൻറ്റ്, സോ പണ്ടത്തെ സ്കൂളിൽ കാണിച്ച പോലെ ഒന്നും ഈ സ്കൂളിൽ കാണിക്കേണ്ട, നീ ഭയങ്കര ചീത്ത കുട്ടിയാണെന്ന് അറിയാവും. അപ്പോൾ ഇവളാണെങ്കിൽ ടീച്ചറിനോട് വലിയ കാര്യത്തിൽ സംസാരിക്കും. സോ ടീച്ചർ ചോദിക്കും നിന്നാരാ ബുള്ളി ചെയ്തത്. ടീച്ചർക്കറിയാം അവരാരാ ബുള്ളി ചെയ്തത്, പക്ഷേ ജിയോയി ആയതുകൊണ്ട് അവൾ ഡയറക്ടറിൻ്റെ മകളായതുകൊണ്ട് അവരൊന്നും പറയാൻ പറ്റാത്തതുകൊണ്ട് അയാളിങ്ങനെ മിണ്ടാട്ടിരിക്കാം. സോ അവൾക്കാണെങ്കിൽ നമ്മുടെ യുങ്കിക്കാണ് അത് കണ്ടപ്പോൾ ചൂടാവും. സോ അവളാണ് ഒരു ടേബിളാണ് മറച്ചിട്ടിട്ട് പറയും സോറി ഞാനിത് അറിയാതെ ചെയ്തതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കും. സോ ഇവരൊക്കെ വിചാരിക്കുമ്പോൾ എന്താ ചെയ്തത്, യുൻഷിനെക്കാളും അടിപൊളിയാണുള്ളവൾ എന്നുള്ള രീതിയിൽ നിൽക്കും. സോ ടീച്ചർ പറയും നീ എൻ്റെ മുന്നിൽ വെച്ച് അങ്ങനെ ചെയ്തോ പറയും. അപ്പോൾ അവൾ പറയും എനിക്കറിയാതെ എൻ്റെ തെറ്റാണെന്ന്. പക്ഷേ ടീച്ചർ അതിന് ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല പറയും. സോ ഓൺ ദ സ്പോട്ട് തന്നെ ടീച്ചർ അവിടെ അടങ്ങും. ഈ സംഭവം ഉണ്ടായപ്പോൾ തന്നെ അവിടുന്ന് സ്കൂളിൽ നിന്ന് അവളുടെ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പറാണല്ലോ അവിടെ കൊടുത്തിട്ടില്ലേ. സോ ലാങ്ങിനെ വിളിച്ചങ്ങനെ പറയുന്നത് അനിയത്തി ഫുൾ ക്ലാസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇവനാണ് വിശ്വസിക്കില്ല, അവൻ നല്ല തിരിച്ച് ചീത്ത പറയും. സോ അവൻ ഗെയിമറായതുകൊണ്ട് ലൈവ് ഇട്ടുകൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും അവൻ ഇങ്ങനെ ചെയ്തത്. അപ്പോൾ ഫുള്ള് അവിടെ ന്യൂസ് സ്പ്രെഡാവും ഇങ്ങനെ അനിയത്തിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുറേ ചീത്ത പറഞ്ഞ ലാങ് എന്ന് പറഞ്ഞിട്ട് ഫുൾ സ്പ്രെഡാവും ന്യൂസിൽ. സോ അപ്പോഴാണെങ്കിൽ നമ്മുടെ ജിയോയും കൂടി ഇരുന്നതിനെ സംസാരിക്കരുത്. അപ്പോൾ അവളിങ്ങനെ പറയും ഇവളിന്ന് ടേബിളൊക്കെ മറിച്ചിട്ട് പറയും. നമ്മുടെ ജിയോണം പറയും വലിയ കാര്യമൊക്കെ കണ്ട അവൾ സൈക്കാട്രിക് പേഷ്യൻ്റ് ആയിരുന്നു, സൈക്കാട്രിക് ഹോസ്പിറ്റലിലാണ്. അപ്പോൾ മെൻ്റൽ ഹോസ്പിറ്റലിലോ എന്നുള്ള രീതിയിൽ അവളിങ്ങനെ നിൽക്കും. സോ അവൾ പറയും ഇത് വേറെ ആരോട് പറയണ്ട നീ എന്ന് പറയും. പിന്നെയാണെങ്കിൽ അവർ വേറെ കുട്ടികൾ വന്ന് അവളോട് പറയും, ജിയോനോട് പറയും എൻ്റെ ഏട്ടന് നിന്നോട് ഭയങ്കര സ്നേഹമാണല്ലോ, ഇവർ കണ്ടോ ഫുള്ള് അവൻ്റെ റെപ്യൂട്ടേഷൻ പോലും അവൻ നോക്കാതെ അങ്ങനെ ഓൺലൈനിൽ തന്നെ ചീത്ത വിളിച്ച് അനിയത്തിക്ക് വേണ്ടി പറയും. സോ പിന്നെ ആണെങ്കിൽ അവർ വീട്ടിൽ വരുമ്പോൾ അവളുടെ അമ്മയും ജിയോയും കൂടി പിയാനോ വായിക്കറി. ഫുൾ അവരുടെ അമ്മയാണെങ്കിൽ അവളെ നല്ലോണം കെയർ ചെയ്യുന്നുണ്ട്. ഇവളെ യുങ്കിനെയാണെങ്കിൽ തീരെ മൈൻഡ് കൂടി ചെയ്യുന്നുണ്ടാവില്ല. സോ അവളിങ്ങനെ മേലേക്ക് പോകും. അപ്പോൾ ലാനാണ് വന്നിട്ട് അവൾ ചോദിക്കും ഇങ്ങനെ സ്കൂൾ അങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് പോകും. സോ ലാങ്ങിന് അവൻ്റെ അമ്മ ഫുഡ് കഴിക്കാൻ വരും, വിളിക്കുമ്പോൾ അവൾ പറയും ഫാമിലിയിൽ ഒരു മെമ്പർ ഇല്ലാതെ ഞാൻ വരത്തില്ല പറയും. സോ എന്നിട്ട് അപ്പോൾ അവളുടെ ഡാഡ് പറയും നീയും വാ ഫുഡ് കഴിക്കാൻ പറയും. സോ ഡാഡ് ചോദിക്കും എന്താ നീ ഇന്ന് ജിയോയുടെ കൂടെ വരാൻ ചോദിക്കും. അപ്പോൾ അവൾ പറയും എനിക്ക് അവളുടെ കൂടെ വരാൻ ഇഷ്ടമില്ല എന്ന് പറയും. അപ്പോൾ അവൾക്കാണ് ഭയങ്കര ചൂടാവും. സോ അമ്മയാണെങ്കിൽ അവളുടെ ജിയോയുടെ തന്നെ സപ്പോർട്ട് നിൽക്കും. എന്നിട്ട് ലാങ് യുങ്കിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അവരിങ്ങനെ ചീത്ത അറിയില്ല. അപ്പോൾ ലാങ് പറയും അവളും എൻ്റെ സിസ്റ്ററാന്ന് പറയും. ഫുള്ള് അവിടെ വഴക്കാവും. സോ എന്നിട്ട് അവരുടെ ഡാഡി ചോദിക്കും നീ മറ്റേ പാർട്ടിക്ക് വരുന്നില്ലേ ചാങ് ഫാമിലീൻ്റെ. അപ്പോൾ അവളുടെ അമ്മ പറയും ഇവക്ക് ജിയോയിനെ എടുക്കാനായിരിക്കും, സോ ഇവൾ വന്നാൽ റെഡി ആവില്ല എന്നൊക്കെ പറയും. സോ നമ്മുടെ യുങ്കി പറയും എനിക്ക് അങ്ങനെയൊന്നുമില്ല, എനിക്ക് ആ പാർട്ടിയിൽ വരണമെന്നുമില്ല, പിന്നെ ഞാനിപ്പോൾ ബോയ്സ് ഇൻട്രസ്റ്റഡ് ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് നീച്ചു പോവും. ഇത്രയും കണ്ടതിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഇത് മെയിൻ ലീഡ് ആരാന്ന്. ഇത്രയും